നമസ്തേ. നമസ്കാരം. മനോജി, ഇന്റർപോൾ തേടുന്ന കൊടും കുറ്റവാളി സുകുമാരക്കുറുപ്പ് വിദേശത്ത് ജീവനോടെ ഉണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ബ്രൂണയിലാണ്. ഈ ഒരു വാർത്തയെക്കുറിച്ച് ഒന്ന് പ്രതികരിക്കാമോ? ഒരു ചാനലാണ്, മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു ദൃശ്യമാധ്യമമാണ് ഇത് പുറത്തുവിട്ടത് ഈ വാർത്ത ആദ്യമായിട്ട്. മറ്റൊരു ചാനൽ അത് ഏറ്റെടുത്ത് കുറച്ചു നേരം ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇളക്കി. ഇത് ആദ്യമായി ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊണ്ടുവന്ന ചാനൽ ഇപ്പോഴും അത് ആ വാർത്തയുടെ ഒരു ഫോളോ അപ്പ് പോലെ പുതിയ പുതിയ വിവരങ്ങൾ പുറത്തുവിടുന്നു എന്നുള്ള രീതിയിൽ പല വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ആദ്യം അനീഷയുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ്, എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നതിന് മുമ്പ്, ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളൊന്ന് സാംശീകരിച്ച് പ്രേക്ഷകരോട് ഞാൻ പറയും. എനിക്ക് തോന്നുന്നു അനീഷ ഏതാണ്ട് എല്ലാ വിവരങ്ങളും അനീഷ തന്നെ ഒരു സെഗ്മെൻ്റായി ചെയ്തിരുന്നു, ബ്രേക്കിംഗ് ന്യൂസായി ചെയ്തിരുന്നു. ആദ്യത്തെ വിവരം സുകുമാരക്കുറുപ്പ് ബ്രൂണയിലുണ്ടെന്നാണ്. 2023 എന്ന് പറയപ്പെടുന്ന ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ള രീതിയിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു കാറിൻ്റെ പിന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ക്ലീൻ ഷേവ്ഡ് ആയിട്ടുള്ള മുഖരോമങ്ങളില്ലാത്തൊരു മനുഷ്യൻ്റെ പ്രായ ആധിക്യമുണ്ട് എന്ന് തോന്നും. പക്ഷേ 80 വയസ്സിന് മുകളിൽ എന്തായാലും ആ ചിത്രത്തിലെ പ്രായം തോന്നിക്കുന്നില്ല. അതൊരു പക്ഷേ ജീവിത രീതി കൊണ്ട്, അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പിന് ഇനി എന്തെങ്കിലും ദിവ്യശക്തി ഉള്ളത് കൊണ്ടായിരിക്കും. അതിലേക്കൊക്കെ വരാം. ബ്രൂണയിലാണെന്ന് പറയും. അടുത്ത വിവരം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പാസ്പോർട്ടുണ്ട്. അത് വ്യാജ പാസ്പോർട്ടല്ല, വാലിഡ് പാസ്പോർട്ടാണ്. ആ പാസ്പോർട്ടിൽ മേനോൻ എന്നുള്ളൊരു പേര് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ, ഒരു സർനെയിം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ അവർ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന്. നാലാമത്തെ വിവരം, അദ്ദേഹം അവിടെ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ. അത് തൊഴിലാളിയായിട്ടാണോ മുതലാളിയായിട്ടാണോ എന്തെങ്കിലും കച്ചവടം ബിസിനസ് നടത്തുകയാണോ, ഈ വിവരങ്ങളൊന്നും ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല. നമ്മൾ ഈ ചർച്ച എടുക്കുന്ന 6:03 സമയം വരെ, വൈകുന്നേരം 6:03 സമയം വരെ. അടുത്തത്, ഈ 35 വർഷങ്ങളായി ഈ വ്യക്തി ബ്രൂണയിൽ താമസിക്കുന്നു എന്നാണ് ഇവർ പറയുന്ന വിവരം. 5 വിവരങ്ങളായി. 6ാമത്തെ വിവരം, ഈ വ്യക്തിക്ക് അവിടെ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവർ പുറത്തുവിട്ടതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഈ പോയിന്റുകൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ പുറത്തുവിട്ട ചാനൽ, അതിൻ്റെ വിശ്വാസ്യത ഒരല്പം സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. അതിലേക്കും നമുക്ക് വരാം. സുകുമാരക്കുറുപ്പ് ഇപ്പോൾ ബ്രൂണയിൽ തന്നെ ഉണ്ട് എന്ന് കരുതുക. പലരുടെയും ഒരു തെറ്റിദ്ധാരണ ഇന്റർപോൾ തിരയുന്ന കുറ്റവാളിയാണ് സുകുമാരക്കുറുപ്പ് എന്നാണ്. ഇന്റർനാഷണൽ പോലീസിന് സുകുമാരക്കുറുപ്പിനെ അറസ്റ്റ് ചെയ്യാം. ഇന്റർപോൾ ഒരു റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പൊതുവായൊരു തെറ്റിദ്ധാരണ, എൻ്റെ പേരിൽ ഒരു റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യം എന്നെ അറസ്റ്റ് ചെയ്ത് ഇന്റർപോളിന് കൈമാറും എന്നുള്ളതാണ്. ഈ റെഡ് കോർണർ നോട്ടീസ് ഒരു വാറണ്ട് അല്ല. അത് അടിസ്ഥാനപരമായിട്ട് ഓരോ രാജ്യവും അവരുടെ സ്വേച്ഛയ വേണമെങ്കിൽ ആ കുറ്റവാളിയെ പിടിച്ച് ഞങ്ങളുടെ കയ്യിൽ തരാനുള്ള ഒരു അപേക്ഷ മാത്രമാണ് ഈ റെഡ് കോർണർ നോട്ടീസ്. ഇങ്ങനെ ഒരു കുറ്റവാളിയെ ഞങ്ങൾ തേടുന്നുണ്ട്, നിങ്ങളൊന്ന് പിടിച്ചു തന്നാൽ കൊള്ളാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മലയാളീകരണം. അതുകൊണ്ട് ഇന്റർപോളിൻ്റെ റെഡ് കോർണർ നോട്ടീസ്, ഇന്റർപോൾ തിരയുന്ന കുറ്റവാളി എന്നുള്ള രീതിയിൽ ദുൽഖർ സൽമാൻ്റെ സിനിമയിൽ കേൾക്കാൻ കൊള്ളാം. കാരണം ലൂസിഫറിലെ മോഹൻലാലിന് തുല്യനായിട്ടുള്ളൊരു അധോലോക നായകനായി ഇദ്ദേഹം കഴിയുന്നു എന്നുള്ളൊരു ധാരണയൊക്കെ നല്ലതാണ്. 80 മുകളിൽ വയസ്സ് എന്തായാലും ഇപ്പോൾ ആയിട്ടുണ്ട് സുകുമാരക്കുറുപ്പിന്. വയസ്സ് കുറയില്ലല്ലോ. കാണാതെ പോകുന്ന കാലത്ത് തന്നെ 42 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 40 അടുപ്പിച്ച് പ്രായമുണ്ട് സുകുമാരക്കുറുപ്പിന്. ചിത്രം കണ്ടിട്ട് ആ ഒരു 80 മുകളിലുള്ളൊരു വയസ്സുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നുമില്ല. ഇനി ഇന്റർപോളിൻ്റെ നോട്ടീസിൻ്റെ കാര്യം പറഞ്ഞു. അടുത്തത്, ഈ വിവരം പുറത്തുവിട്ട ചാനൽ തന്നെ പറയുന്നൊരു കാര്യം, പെട്ടെന്ന് നമ്മുടെ ഏജൻസികൾ ഇടപെട്ടില്ലെങ്കിൽ സുകുമാരക്കുറുപ്പ് ബ്രൂണയെ വിടുമെന്നുള്ളതാണ്. അതായത് സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ചോദിക്കരുത് എന്നുള്ളൊരു മുൻകൂർ ജാമ്യമാണ്. ഇവരുടെ വിശ്വാസ്യതയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ശബരിമല അയ്യപ്പൻ്റെ അവകാശത്തെ സംബന്ധിച്ചുള്ള ചെമ്പോല നിമിഷങ്ങൾ കൊണ്ടുണ്ടാക്കി മുന്നോട്ട് വെച്ചൊരു ചാനലാണിത്. ആ ചാനലിൻ്റെ പേര് ഞാൻ പറയാത്തത്, രണ്ടാമത് ഏറ്റെടുത്ത ചാനലിൻ്റെ വിശ്വാസ്യത സംശയത്തിലാണ്. പേര് ഞാൻ പറയാത്തത്. ഇനി ഒരുപക്ഷെ സുകുമാരക്കുറുപ്പ് സത്യത്തിൽ ബ്രൂണയിലുണ്ടെങ്കിൽ ചാനലിൻ്റെ പേര് പറഞ്ഞു തന്നെ നമുക്കവരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അവരുടെ അന്വേഷണാത്മക ജേർണലിസത്തെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്, അതിനെ മാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചാനലിൻ്റെ പേര് പറയാത്തത്. പക്ഷേ പ്രേക്ഷകർക്ക് അറിയാം ഏത് ചാനലാണെന്നുള്ളത്. മോൻസൻ്റെ വ്യാജ ചെമ്പോല എന്ന് പറയുമ്പോൾ തന്നെ ചാനൽ പിടികിട്ടുകയാണ്. രണ്ടാമത്തെ ചാനൽ, ഇത് ഏറ്റെടുത്ത് കുറച്ചു നേരം ബ്രേക്കിംഗ് ന്യൂസായിട്ട് അലക്കിയ ചാനലിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലോറി ഉടമ മനാഫും അർജുനെയും ഓർമ്മ കാണും.
അന്വേഷണം വഴിതെറ്റിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചൊരു ചാനൽ ഇതാണ്. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നുള്ള രീതിയിൽ അവിടെ കാണും ലോറി, ഇവിടെ കാണും ലോറി എന്ന് നിർബന്ധിച്ച് പോലീസിനെ കൊണ്ട് അന്വേഷണം തിരച്ചിൽ പല തലങ്ങളിലേക്ക് മാറ്റിച്ചതിൻ്റെ പ്രധാന ഉത്തരവാദി ആ ചാനലാണ്. അത് ഓർമ്മയുണ്ടാകുമല്ലോ അനീഷയ്ക്ക്? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വിശ്വാസ്യത സംശയിക്കേണ്ടതാണ് എന്ന് ഞാൻ പറയുന്നത്. ഇനി ബ്രൂണൈ എന്ന രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. രാജഭരണമാണെന്നൊക്കെ പറഞ്ഞാൽ ആത്യന്തികമായി ഏകാധിപത്യ ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യമാണത്. ഇനി കേന്ദ്ര ഏജൻസികൾ ഇടപെടണമെന്ന് പറയുമല്ലോ. ബ്രൂണൈയും ഭാരതവുമായിട്ട് ഒരു ഉഭയകക്ഷി കരാറും കുറ്റവാളികളെ കൈമാറുന്ന കാര്യത്തിൽ നിലനിൽക്കുന്നില്ല. ഭാരതത്തിന് 48 രാജ്യങ്ങളുമായി കുറ്റവാളികളെ കൈമാറുന്നതിനെ സംബന്ധിച്ച് ഉഭയകക്ഷി കരാറുകൾ നിലനിൽക്കുന്നുണ്ട്. 12 രാജ്യങ്ങളുമായിട്ട് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഉഭയകക്ഷി കരാറല്ല, കേസ് ടു കേസ് ബേസിസ് എന്ന് പറയും. ഓരോ പ്രത്യേക കേസിലും പരിഗണിച്ച്, എന്നാൽ വളരെ ഭാരതത്തിന് പ്രത്യേക പരിഗണന നൽകുന്ന രീതിയിൽ ഈ 60 രാജ്യങ്ങളിൽ 48ഉം 12ഉം 60 രാജ്യങ്ങളിൽ ബ്രൂണൈ ഇല്ല. ബ്രൂണൈ കുറ്റവാളികളെ കൈമാറുന്ന അത് സംബന്ധിച്ചൊരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്, ആസിയാൻ കരാറിൻ്റെ ഭാഗമായിട്ട്. ആസിയാൻ കരാറിൽ ഭാരതത്തിന് ഭാഗധേയമില്ല. അതുകൊണ്ട് തന്നെ കേസ് ടു കേസ് ബേസിസിൽ വേണമെങ്കിൽ പരിഗണിക്കാം. ബ്രൂണൈക്ക് ഭാരതത്തിന് ഒരു കുറ്റവാളി അവിടെ നിന്ന് കിട്ടണമെങ്കിൽ അപേക്ഷ നൽകിയാൽ പരിഗണിക്കാമെന്നുള്ളതല്ലാതെ നിയമപരമായി അവിടെ നിന്ന് ഒരാളെ പോലും പിടിച്ചുകൊണ്ടുവരാൻ നമുക്ക് അധികാരമില്ല. അത് നിയമപരമായിട്ടുള്ള വശം. അത് ഈ ചാനലിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അന്വേഷണ ഏജൻസികൾ പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഉച്ചവരെ മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് കേരള പോലീസ് സുകുമാരക്കുറുപ്പ് ഹൃദ്രോഗം വന്ന് മരണപ്പെട്ടു എന്ന് നിഗമനത്തിലെത്തി കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയായിരുന്നു. ആ വാർത്തയുടെ കാർഡും നമുക്കൊന്ന് കാണിക്കാം. നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് സുകുമാരക്കുറുപ്പിൻ്റെതെന്നുള്ള രീതിയിൽ ഇവർ പുറത്തുവിട്ട ചിത്രങ്ങളും ഒളിവിൽ താമസിക്കുന്ന വീടുകളൊക്കെ കണ്ടെത്തി ഞങ്ങൾ അടുത്തെത്തി എന്നുള്ളതാണ്. ആ അന്വേഷണത്തിലേക്ക് ഞാൻ വരാം, അതുകൊണ്ടാണ് അത് ആദ്യമേ എടുത്ത് പറയാത്തത്. ഇങ്ങനെയുള്ളൊരു നിഗമനമാണ് പറഞ്ഞത്. ഉച്ചയോടെ കഥ മറിയുന്നു. മോൻസന്റെ ചെമ്പോല ഇതൊക്കെ പറയുമ്പോഴും ഓർത്തോണം, പെട്ടെന്നൊരു ദിവസം പൊങ്ങി വന്നതാണ് ശബരിമല അയ്യപ്പന് നമുക്കാർക്കും അവകാശമില്ല, ഇനി ഈ ചെമ്പോലയുള്ളവർക്ക് മാത്രമാണോ അവകാശമെന്ന് മലയാളി ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു പോയി. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇപ്പോൾ രണ്ടാമത്തെ ചാനലിലുണ്ട്. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ചാനലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇനി ഇവർ കണ്ടെത്തിയ വിഷയങ്ങളിലേക്ക് വരാം. ഒളിത്താവളം കണ്ടെത്തി. അതിൽ തന്നെ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം, ഈ സുകുമാരക്കുറുപ്പെന്ന് ഇവർ പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു സിം കാർഡുണ്ട്. അത് ചൈനീസ് സിം കാർഡാണ്. അതിൽ നിന്ന് ഇദ്ദേഹം കുടുംബത്തെ ബന്ധപ്പെടുന്നുണ്ട്, സ്ഥിരമായിട്ട് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, സന്ദേശങ്ങൾ പോകുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്, വാട്സാപ്പിൽ ആക്റ്റീവാണ്. നമ്മൾ ഈ വിവരം പുറത്തു വിട്ടപ്പോൾ UAE-യിൽ നിന്ന്, ദുബായിൽ നിന്നോ മറ്റോ ഒരു കോൾ ഇദ്ദേഹത്തിന് പോയിട്ടുണ്ട്. അതായത് കുറുപ്പെ വാർത്ത പുറത്തു വന്നു, മുങ്ങിക്കോളൂ എന്നുള്ള രീതി. ഈ സിം കാർഡ് ഡീആക്ടിവേറ്റഡ് ആണ്. ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നിയമ സംവിധാനങ്ങളുടെ സഹായം വേണമല്ലോ. അല്ലെങ്കിൽ അമേരിക്ക പോലുള്ളൊരു രാജ്യത്താണെങ്കിൽ, ഞാനിപ്പോൾ അവിടെ സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ഒരാളാണെങ്കിൽ അവിടെ ചെന്ന് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികളെ, അവിടുത്തെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികളെ എനിക്കിതിൽ ഇടപെടുത്താം. അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് ചെയ്യുവാനുള്ള അനുവാദമുണ്ട്, നിയമപരമായി തന്നെ. ബ്രൂണൈ പോലുള്ളൊരു രാജ്യത്തിൽ ഇത്തരത്തിലൊരു പ്രവൃത്തിയുമായിട്ട് പുറം രാജ്യത്ത് നിന്നുള്ളൊരു മാധ്യമപ്രവർത്തകൻ ചെന്നാൽ വിവരമറിയും. ഒന്നാമത് ഞാൻ പറഞ്ഞു, ഏകാധിപത്യ ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും അവരുടെ അനുമതിയില്ലാതെ പുറത്തു പോകരുത് എന്ന് നിർബന്ധമുള്ള അത്യന്തം സുഖിമാനായ, വളരെയധികം ഈ ഡിബൗച്ചറി എന്ന് പറയുന്ന രീതിയിൽ വൈകൃതങ്ങൾ നിറഞ്ഞ ജീവിതമുള്ളൊരു രാജകുടുംബമാണ് ബ്രൂണൈയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതകളും വികസനമോ വികസനമില്ലായ്മയോ എന്തുമായിക്കോട്ടെ, വാർത്ത പുറത്തു പോകണമെങ്കിൽ അവരുടെ സെൻസർഷിപ്പ് കഴിയാതെ പോകില്ല. ഇനി ഈ ദൃശ്യങ്ങൾ കാണുന്ന പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കുക. ഈ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പരിസരത്തോ റോഡിൽ ഇറങ്ങി നിന്നിട്ടുള്ള ഒരു ചിത്രീകരണവും അതിൽ കാണുന്നില്ല. ഈ കാണുന്ന റിപ്പോർട്ടർ കാറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, ഒരു ഇരുണ്ട കാറിൻ്റെ ഉള്ളിൽ. പുറത്ത് കാണുന്ന ദൃശ്യങ്ങളാകട്ടെ പകൽ വെളിച്ചത്തിലുള്ളത്. ഇത് ഞാനൊരു അന്വേഷണാത്മകമായിട്ട് അവർ പറയുന്ന പോലെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണമല്ല, ഒരു സാധാരണക്കാരൻ്റെ നിഗമനങ്ങളാണ് ഞാൻ പറയുന്നത്. ലോകപരിചയം ഒന്ന് മാത്രമാണ് എൻ്റെ ഈ നിഗമനങ്ങൾക്കുള്ള അടിസ്ഥാനം. ഇനി ഈ വിവരങ്ങളെല്ലാം സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ വിവരങ്ങൾ ഇവർ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുത്തു, നല്ല കാര്യം. ഔദ്യോഗികമായിട്ട് ഇവർ ഏതെങ്കിലും എംബസിയോ, ഇന്ത്യൻ എംബസിയോ, ബ്രൂണൈയിൽ എന്തായാലും ഇന്ത്യൻ എംബസി ഉണ്ടല്ലോ, ആ എംബസിക്കൊന്ന് അറിയിക്കുവാനുള്ള എന്തെങ്കിലും ശ്രമം നടത്തി എന്ന് ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി നമ്മുടെ ഈ വീഡിയോ വന്നതിന് ശേഷം അത്തരത്തിലൊരു ശ്രമം അവർ നടത്തി, ഞങ്ങൾ 1 മണിക്ക് തന്നെ അതിന് നടത്തി, ഇന്ത്യൻ എംബസിയിലെ ആൾക്കാർ ഫോൺ എടുത്തില്ല
എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ അങ്ങനെ ഒരു വിവരം അവർ പുറത്തുവിട്ടില്ല. രഹസ്യാന്വേഷണ ഏജൻസികൾ ഇവർ റോയെ ഒന്നും വിളിച്ച് പറയണ്ട, റോയുടെ നമ്പർ കയ്യിലില്ലാത്തത് കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. CBIയെയും വിളിച്ച് പറയണ്ട, കേരള പോലീസിനെയും വിളിച്ച് പറയണ്ട, ഇന്ത്യൻ എംബസിയിലെ ആരെങ്കിലും ഒന്ന് ബന്ധപ്പെടാമല്ലോ. അത്രയും സ്വാധീനം എന്തായാലും ഈ ചാനലിനുണ്ടാകുമല്ലോ. ഇനി ഇവർ പറയുന്ന വേറൊരു കാര്യം, സുകുമാരക്കുറുപ്പിന് ബ്രൂണയിൽ വലിയ സ്വാധീനമുണ്ടെന്നാണ്, വ്യവസായ മേഖലയിലൊക്കെ സ്വാധീനമുള്ളൊരു വ്യക്തിയാണെന്നാണ്. ബ്രൂണൈ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ്. ഇപ്പോൾ കുവൈറ്റിലും ദുബായിലുമൊക്കെ സ്വാധീനമുള്ള മലയാളികളെ പുറം ലോകം അറിയുന്നില്ലേ? അതുപോലെ ബ്രൂണയിൽ സ്വാധീനമുള്ളൊരു മലയാളിയെ പുറം ലോകം അറിയില്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അതായത് ബ്രൂണൈ പോലുള്ളൊരിടത്ത് സ്വാധീനമുണ്ടെങ്കിൽ ഭരണതലത്തിൽ സ്വാധീനം വേണം. അവിടെ ഭരണം ഒന്നേ ഉള്ളൂ, ബ്രൂണൈ സുൽത്താനാണ്. അത് ആ രീതിയിൽ സ്വാധീനം വേണം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു വ്യവസായി, അദ്ദേഹത്തിന് UAE-യിലുള്ള രാജകുടുംബവുമൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ സുകുമാരക്കുറുപ്പിനെ പോലെ ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ പോലും ബ്രൂണൈ സുൽത്താനോടൊപ്പം ഒന്നും ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരത്തിൽ സ്വാധീനമുള്ളൊരു മലയാളി ഉണ്ടെങ്കിൽ കേരളത്തിൽ ആ വിവരം പുറത്തറിയാതിരിക്കുമോ ഇതിനു മുമ്പ്? അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇനി ഇത് പറയുമ്പോഴും ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഈ മോൻസന്റെ ചെമ്പോല ഉണ്ടായതുപോലെ നേരത്തെ തന്നെ പലരും ഇത്തരത്തിലുള്ള മേനോൻ എന്ന വ്യവസായിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് സുകുമാരക്കുറുപ്പാണെന്നുള്ള കഥ ചിലപ്പോൾ നാളെ വന്നേക്കാം. അതിനു മുമ്പ് നമ്മളും ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ കൈവിട്ടു പോകും, പിന്നെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കരുത് എന്ന് പറയുമല്ലോ. നാളെ ഈ പറയുന്നതെല്ലാം വ്യാജമാണെന്ന് തെളിയുകയും അന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ബ്രൂണയിലെത്തി ഇവർ ഈ കാണിക്കുന്ന ചിത്രമുള്ള വീട് അന്വേഷിച്ച് ചെന്ന് ഏതെങ്കിലും കുടുക്കിൽപ്പെടണമെന്നാണോ ഇവരെ ആഗ്രഹിക്കുന്നത്? അത്തരത്തിലൊരു മണ്ടത്തരം നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. കേരള പോലീസ് കാണിച്ചാലും കാണിക്കും. രമേശ് ചെന്നിത്തല ചിലപ്പോൾ പറയും നിങ്ങൾ ബ്രൂണയിലേക്ക് വിട്ടോ എന്ന്. പക്ഷേ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വളരെ എന്താ പറയുക, കൈയൊതുക്കത്തോടു കൂടിയുള്ള പ്രതികരണമാണ് പുറത്തു വരുന്നത്. അവർ പറയാൻ അന്വേഷിക്കുന്നു, അതിന് കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവർ ഇതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നുമില്ല, അംഗീകരിക്കുന്നുമില്ല. നമുക്കും ആ ഒരു നിലപാടെടുക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇവർ ഈ പറയുന്ന ഞങ്ങളുടെ ഈ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്, എനിക്കിത് ഓർമ്മ വരുമ്പോൾ ഇർവിങ് വാലാസിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓൾമൈറ്റി എന്നൊരു നോവലുണ്ട്, നമ്മുടെ ന്യൂഡൽഹി സിനിമ അതിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. ന്യൂസ് ഉണ്ടാക്കിയെടുക്കുക, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അത് അവസാനം ഒരു അഡിക്ഷനായിട്ട് മാറി. ഒരു വില്ലനാണ് അതിലെ പത്രാധിപർ, അന്ന് പത്രമാണ്. ആ രീതിയിലുള്ള ന്യൂസ് മേക്കിംഗ്, ന്യൂസ് റിപ്പോർട്ടിംഗ് അല്ല, ന്യൂസ് മേക്കിംഗ് എന്നുള്ളൊരു രീതിയിലേക്ക് ഇവർ പോയിട്ടുണ്ട് എന്നുള്ളതിന് മുൻപും നമുക്ക് മുമ്പിൽ തെളിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മോൻസൻ്റെ ചെമ്പോല എന്ന് എടുത്തെടുത്ത് പറയുന്നത്. എന്നിരുന്നാലും ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു, സുകുമാരക്കുറുപ്പ് ബ്രൂണയിലുണ്ടെന്നുള്ള വസ്തുത ഇവർ അന്വേഷിച്ച് സത്യസന്ധമായി കണ്ടെത്തിയതാണെങ്കിൽ സമീപകാലത്ത് മലയാള മാധ്യമ പ്രവർത്തന മേഖലയിൽ നടന്നിട്ടുള്ള ഏറ്റവും നല്ല അന്വേഷണാത്മകമായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തനം തന്നെയാണിത്. അങ്ങനെ തെളിയുകയാണെങ്കിൽ അവരുടെ പേരെടുത്ത് പറഞ്ഞു തന്നെ അവരെ അഭിനന്ദിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്, ഇത്രയും കുറ്റം പറഞ്ഞ സ്ഥിതിക്ക്. അല്ല എങ്കിൽ കേരള പോലീസ് തന്നെ ഇവരെ കൈകാര്യം ചെയ്യേണ്ടതും കേരള പോലീസിൻ്റെ ബാധ്യതയാണ്. കാരണം വല്ലാത്തൊരു സമ്മർദ്ദമാണ് കേരള പോലീസിൻ്റെ മുകളിലേക്ക് ഇവരെടുത്ത് വെച്ചിരിക്കുന്നത്. സത്യസന്ധമായ വാർത്തയാണെങ്കിൽ കേരള പോലീസിന് ഇനി നിയമപരമായിട്ട് കേന്ദ്രത്തിനെ സമീപിക്കേണ്ടതുണ്ട് ഇയാളെ വളഞ്ഞു പിടിക്കുവാനായിട്ട്. ഇവർ ഈ വാർത്തയിൽ ഉടനീളം മുൻകൂർ ജാമ്യം എടുക്കുകയാണോ എന്ന് തോന്നുന്നത് പോലെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇയാളുടെ കയ്യിലുള്ള സിം ചൈനീസ് സിമ്മാണ് കേട്ടോ. കാരണം ഈ ചൈനീസ് സിം ഒരു തരത്തിലും ട്രാക്ക് ചെയ്യാൻ ഇന്ത്യൻ ഏജൻസികൾക്ക് സാധ്യമല്ല. കാരണം ചൈനയുടെ അനുവാദമില്ലാതെ, പ്രത്യേകിച്ച് ചൈനീസ് ആപ്പുകളെല്ലാം അടപടലം ഇവിടെ നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ ഇവരെങ്ങനെ ട്രാക്ക് ചെയ്തു? ഏതെങ്കിലും ചൈനീസ് ഏജൻസിയുടെ സഹായം ഇവർ തേടിയോ? ചാറ്റുകളുടെ ദൃശ്യങ്ങൾ കയ്യിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വളരെ ഗൗരവമേറിയ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണം. ഇവരുടെ അന്വേഷണത്തിൻ്റെ പിന്നാലെ ഒരു അന്വേഷണം വേണം. ബ്രൂണയുടെ ബോർഡർ അടച്ചൊന്നും ഇന്ത്യൻ പട്ടാളത്തിന് ചെന്ന് സുകുമാരക്കുറുപ്പിനെ പിടിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. തന്നെയുമല്ല, കേരളത്തെ നടുക്കിയൊരു കൊലപാതകം എന്നുള്ളതിനപ്പുറം ഒരു സാധാരണ കുറ്റകൃത്യം, ചാക്കോയുടെ മകനെ കാണാതെ മരിച്ച ചാക്കോ, ആ സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഒരു വശത്തേക്ക് വെച്ചാലും ഒരു സാധാരണ കുറ്റകൃത്യമാണ് നടന്നത്. ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കുറ്റകൃത്യം, അല്ലാതെ രാജ്യത്തെ നടുക്കിയൊരു ബോംബ് സ്ഫോടനമോ അല്ലെങ്കിൽ 15,000 കോടി രൂപയുടെ കള്ളക്കടത്ത് നടത്തിയ ദാവൂദ് ഇബ്രാഹിം കഴിഞ്ഞാൽ അടുത്ത മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ അല്ല സുകുമാരക്കുറുപ്പ്. ആണെങ്കിൽ നാവികസേന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഇടപെടുത്തുന്നതിൽ ഒരു തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ സുകുമാരക്കുറുപ്പിന് ആ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ അത്രയും ഒരു പ്രാധാന്യം നമ്മുടെ നിയമവ്യവസ്ഥ നൽകില്ല, ഭരണഘടന പോലും നൽകില്ല. സുകുമാരക്കുറുപ്പ് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ മുഴുവൻ പല കാലങ്ങളായിട്ടൊരു കെട്ടുകഥയല്ല, ഒരു ഫെയറി ടെയിൽ പോലെ നിന്നിരുന്ന ഒരു പിടികിട്ടാപ്പുള്ളി. കാരണം ഈ പിടികിട്ടാപ്പുള്ളി എന്നുള്ള
വാർത്ത മലയാളി പൊതുവെ ഉപയോഗിച്ച് തുടങ്ങിയത് സുകുമാരക്കുറുപ്പിന് ശേഷമാണ്. ഈ പീഡനം എന്നുള്ളത്, സ്ത്രീ പീഡനം എന്നുള്ള വാർത്ത സൂര്യനെല്ലിക്ക് ശേഷം, സൂര്യനെല്ലി വാർത്തയ്ക്ക് ശേഷമാണ് മലയാളി പൊതുവെ. അതിനു മുമ്പ് ഈ പീഡനം അത്തരത്തിലുള്ള ഇതൊന്നുമില്ലായിരുന്നു. വ്യക്തിഗതമായിട്ടുള്ള ചില ശാരീരികമായ ആക്രമണങ്ങൾ, അതിന് ഈ ബലാത്സംഗം പോലുള്ള പദങ്ങൾ, ഞാനത് അതിൻ്റെ ഒരു വാർത്താ രീതിയിൽ പറയുകയാണ്, മറ്റു തെറ്റായിട്ട് ധരിക്കേണ്ട. സ്ത്രീ പീഡനം പോലുള്ള വാർത്തകൾ ഉപയോഗിച്ചാൽ പിടികിട്ടാപ്പുള്ളി എന്ന വാക്ക് മലയാളത്തിൽ പോപ്പുലറൈസ് ചെയ്തൊരു വ്യക്തിയാണ് സുകുമാരക്കുറുപ്പ് എന്നുള്ള ഒരു പ്രാധാന്യം മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പോലീസിന് മുൻപേ ഇതിനെ പിടിച്ചു എന്നുള്ള രീതിയിലൊരു വ്യാജ വാർത്തയാണ് ഇവർ മോൺസന്റെ ചെമ്പോല പോലെ ചമച്ചിരിക്കുന്നതെങ്കിൽ, ഇത് ചെമ്പോല മറന്നതുപോലെ മലയാളി മറക്കേണ്ടതല്ല, നിയമ സംവിധാനങ്ങൾ മറക്കേണ്ട ഒരു വാർത്തയല്ല. മറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, സുകുമാരക്കുറുപ്പ് യഥാർത്ഥത്തിൽ ബ്രൂണയിൽ ഇവർ ഈ പറയുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന സാഹചര്യങ്ങളെല്ലാം തെറ്റായിക്കോട്ടെ, ബ്രൂണയിൽ സുകുമാരക്കുറുപ്പ് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയുകയാണെങ്കിൽ മികച്ച മാധ്യമ പ്രവർത്തനം തന്നെയാണ് ഇവർ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ അവരെ അഭിനന്ദിക്കേണ്ട ബാധ്യതയുണ്ട്. അല്ല എങ്കിൽ അവരെ ചോദ്യം ചെയ്യേണ്ട ബാധ്യതയും നമുക്കുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ തൽക്കാലം പുറത്തു വന്ന ഒരു വിവരങ്ങൾ വെച്ചിട്ട് ഇത്രയുമാണ് എൻ്റെ ഒരു വിശകലനം, അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യാഖ്യാനം, കാഴ്ചപ്പാട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ബ്രൂണയിൽ നിന്ന് മലേഷ്യയിലേക്ക് സുകുമാരക്കുറുപ്പ് കടന്നിരിക്കുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ടെന്ന് വാർത്തയുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ, എന്തുകൊണ്ട് സിംഗപ്പൂര് പറയുന്നില്ല, സിംഗപ്പൂരേക്ക് പോകുന്നില്ല, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് ഈ ചൈനീസ് സിം കാർഡ് എടുത്ത വ്യക്തി ചൈനയിലേക്ക് കടന്നു എന്ന് പറയുന്നില്ല ഇവർ? കാരണം അതിൻ്റെ സാങ്കേതികത്വം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വാർത്ത പുറത്തു വന്നതിൻ്റെ ഇതിൽ ഈ മേക്കിംഗ് തിങ്സ് അപ്പ് ആസ് വി ഗോ എന്ന് പറയും. നമ്മൾ ഈ പോണ പോക്കിൽ കഥകൾ ഉണ്ടായിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് പോലൊരു സൂചന ഇതിൽ വരുന്നുണ്ട്. മലേഷ്യയുമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൻ്റെ ഒരു നയതന്ത്ര ബന്ധം ഒരല്പം വഷളായിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരം രാജ്യങ്ങളാണ്. ഒന്നെങ്കിൽ നയതന്ത്ര ബന്ധം തീരെയില്ലാത്ത, ബ്രൂണയുമായിട്ട് നമുക്ക് വലിയ നയതന്ത്ര ബന്ധങ്ങളൊന്നുമില്ല, സൗഹൃദവുമല്ല ശത്രുതയുമില്ല, ഹൈ ഹലോ ബന്ധം ഉണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പരിധിക്ക് മുകളിൽ മലയാളികളുണ്ട് എന്നുള്ളൊരു, അല്ലെങ്കിൽ പ്രവാസികളുണ്ട് കുറച്ച് പേർ എന്നുള്ള രീതിയിൽ ഉള്ള ബന്ധങ്ങൾ കണ്ടേക്കാം. പക്ഷേ UAE-യുമായിട്ടുള്ളതുപോലെ ഒരു ഊഷ്മളമായിട്ടുള്ള ബന്ധമോ, അല്ലെങ്കിൽ മറ്റ് ഈ ഖത്തറുമായിട്ടുള്ളതുപോലെ ഇടയ്ക്കിടെ ശത്രുതയിലേക്ക് വഴുതി വീഴുന്ന ബന്ധമോ ഒന്നുമില്ല ബ്രൂണയുമായിട്ട്. മലേഷ്യയുമായിട്ട് പക്ഷേ ബന്ധം വഷളായൊരു സാഹചര്യമാണ്. ഈ ബ്രൂണയിൽ നിന്ന് താവളത്തിലൂടെ അല്ലാതെ പുറത്തേക്ക് കടക്കാമെന്നുള്ളൊരു മുൻകൂർ ജാമ്യവും ഇവരിപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ അവസാനം വന്ന് അവരുടെ പാസ്പോർട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റോഡ് വഴി മലേഷ്യയിലേക്ക് പോകാമോ എന്നുള്ളത് ഇനി അന്വേഷണ ഏജൻസികൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കൂടുതൽ വിവരങ്ങൾ ഇവർ പുറത്തുവിടുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് രണ്ടാമത്തെ ചാനൽ, ആ അർജുൻ്റെ പാവപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ ലോറിയും അത് ആ ജീവനോടെ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ അവിടെ കാണുന്നു, ഇവിടെ കാണുന്നു. 1.5 മാസമാണ് പലയിടത്തും നിർബന്ധപൂർവം അന്വേഷണ സംഘത്തെ ഇവിടെ ആയിരിക്കും അന്വേഷണ സംഘമെന്ന് വിദഗ്ധർ പറയുമ്പോൾ, അല്ല ഞങ്ങൾക്കറിയാം അവിടെയാണ്, നാട്ടുകാർ ബഹളമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ വീട്ടുകാരെ കൊണ്ട് ബഹളമുണ്ടായിരിക്കുന്നു, ലോറി ഉടമ മനാഫിൻ്റെ ഷോ വേറെ. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതിൽ വിദഗ്ധരാണ് മറുവശം. ആ മറുവശത്ത് ഇപ്പോഴുള്ളവരാണ് അന്ന് ചെമ്പോല സമയത്ത് ഇപ്പോൾ ഈ ബ്രേക്കിംഗ് ന്യൂസ് ചാനലിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം പ്രവർത്തന രീതികൾ ഒരേപോലെ ആകുന്നു എന്ന് സംശയിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അല്ല എങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, സുകുമാരക്കുറുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല കാര്യം, ഞങ്ങൾ തന്നെ അഭിനന്ദിക്കാം നിങ്ങളെ. ഇല്ല എങ്കിൽ അതിനുത്തരം ഇവരെ കൊണ്ട് പറയിപ്പിച്ചേ മതിയാകുകയുള്ളൂ. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് മലയാളിയുടെ നീറുന്നൊരു പ്രശ്നമല്ല. ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കിയോ അതോ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടായോ എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ച് ഇനി വരും ദിവസങ്ങളിൽ നീറുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെ വരും. കാരണം ഇതിൽ ഒരു വ്യാജ വാർത്തയാണെങ്കിൽ ഇതിൽ അവർ ഒരു പരിധി വരെയെങ്കിലും വിജയിച്ച് TRPയിൽ അവർ ഈ ആഴ്ച മുന്നിൽ വന്നാൽ തുടർന്നും അവർ ഇത്തരത്തിലുള്ള നടപടികൾക്ക് ഒരുങ്ങും. ഓർമ്മയുണ്ടാകും, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് മൊട്ട ലാഹോർ പിടിച്ചെടുത്തു, സുജയ പാർവതി ഇസ്ലാമാബാദ് പിടിച്ചെടുത്തു, കറാച്ചി പിടിച്ചെടുക്കാനായിട്ട് ശ്രീകണ്ഠൻ നായർ പുറപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ചാനലുകളുടെ ആവേശം വർദ്ധിച്ചപ്പോൾ ആഴ്ചകളോളം ഈ ബാർക്ക് റേറ്റിംഗ് തന്നെ കേന്ദ്ര സർക്കാർ അങ്ങ് എടുത്തു കളഞ്ഞിരുന്നു. TRPക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ഫ്ലോറിൽ കിടന്ന് ഡാൻസ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന, അത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ദേശീയ ചാനലുകൾ വളരെ മിതത്വം പാലിച്ച്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു നടപടി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അർണബ് ഗോസ്വാമിയൊക്കെ മേശപ്പുറത്ത് നിന്ന് ഡാൻസ് ചെയ്യേണ്ടതാണ്. അർണബ് ഗോസ്വാമിയൊക്കെ വളരെ മിതത്വത്തോടുകൂടി സൈന്യത്തിൻ്റെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച്, ശരിയാണ്, വൈകുന്നേരം ചർച്ചകളിൽ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളിൽ ഇന്ത്യ ഹാസ് സ്ട്രക്ക്
എന്നുള്ള രീതിയിൽ ആവേശം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ തത്സമയ വിവരങ്ങൾ കറാച്ചി പോർട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കറാച്ചി പോർട്ടിൻ്റെ പരിസരത്തെങ്കിലും ഭാരതത്തിൻ്റെ ആക്രമണം പോയിട്ടില്ല, മറുവശത്താണ് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സമയത്താണ് ഈ ബാർക്ക് റേറ്റിംഗ് എടുത്തു കളഞ്ഞത്. അത്തരത്തിലുള്ള ഒരു ചാനൽ, വൃത്തികെട്ട രീതിയിലുള്ളൊരു ചാനൽ യുദ്ധം ഇന്നും കേരളത്തിൻ്റെ സത്യമാണ്, കേരളത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണോ ഇത് എന്നുള്ളത് നാളെ നമുക്ക് ചിലപ്പോൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കേണ്ടി വന്നേക്കുമെന്നുള്ളൊരു ഭയം എനിക്കുണ്ട്, ആശങ്ക എനിക്കുണ്ട്. പക്ഷേ ഇതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല. സുകുമാരക്കുറുപ്പല്ല ഇവിടെ വിഷയം. ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടായോ, ഉണ്ടാക്കിയോ, അതാണ് ചോദ്യം. എന്തായാലും മനോജ്, ഒരുപാട് നന്ദിയുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വിശകലനം നടത്തിയതിൽ. നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഇനിയും ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.